ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് ചെയ്തിരുന്നു. അപ്പോൾ പുതുപുത്തമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു പോകുന്നത് നമ്മുടെ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യയിൽ എങ്ങനെ നമ്മുടെ സെഡോണിൻ്റെ ബസ് മോഡുകൾ ആഡ് ചെയ്യാനാണ്. അപ്പോൾ സെഡോണിൻ്റെ ബസ് മോഡുകളൊക്കെ നല്ല അടിപൊളി മോഡുകളാണ്. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. കുറേ പേര് ആൾക്കാർ സെർച്ച് ചെയ്യുന്നതും കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്ന സംഭവമാണ് നമ്മുടെ സെഡോണിൻ്റെ ബസ് മോഡുകൾ. അതായത് ഒരുവിധ എല്ലാ ടൂറിസ്റ്റ് ബസ്സുകളുടെയും മോഡുണ്ട്. അപ്പോൾ അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഫുൾ വീഡിയോ ആണ് നമ്മളിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോയ്ക്ക് അടുക്കുന്ന ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അതിന് നോട്ടിഫിക്കേഷൻ എബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ സെഡോണിൻ്റെ ബസ് മോഡ് എങ്ങനെ ആഡ് ചെയ്യാനാണ്. അതായത് നമ്മൾ ഒരുവിധം ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഉണ്ട് നമ്മുടെ സെഡോണിൻ്റെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് പ്ലേ സ്റ്റോർ എടുത്തതിന് ശേഷം സെഡോൺ ബസ് ID മോഡ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതേപോലെ കുറേ ആപ്പുകൾ വരും. അപ്പോൾ ഇതൊക്കെ ഇതിൽ 2-3 അടിപൊളി അത്യാവശ്യം നല്ല ആപ്പുകളാണ്. അപ്പോൾ ഇതിൽ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് കാണുന്ന ഈ ഒരെണ്ണം, അതായത് സെഡോൺ ബസ് മോഡ്സ് ലിവറി ആപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്പാണ് ഫസ്റ്റത്തെ. പിന്നെ അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ ആപ്പും അത്യാവശ്യം നല്ലതാണ്. സെഡോൺ ബസ് മോഡ് കേരള എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്. അപ്പം നമ്മൾ നേരത്തെ കാണിച്ച ആ ഇതിലില്ലാത്ത കുറച്ച് വണ്ടികൾ ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആദ്യം ജസ്റ്റ് ഈ ഫോട്ടോസ് എടുത്ത് നോക്കുക ആപ്പിൻ്റെ. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള വണ്ടികൾ ഏതിലാണ് ഉള്ളതെന്ന് വെച്ചാൽ ആ ഒരു ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്, സെഡോൺ ബസ് മോഡ്സ് കേരള എന്ന് പറഞ്ഞൊരു ആപ്പ്. അപ്പോൾ ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഇൻ്റർഫേസ് വരുന്നത്. അപ്പോൾ അടിയിലൊരു ആരോ കാണാം. അപ്പോൾ ആരോ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ അതിലുള്ള ബസ്സുകൾ കാണാം. അപ്പോൾ അടിയിൽ വേറൊരു ആരോ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ നെക്സ്റ്റ് പേജിലേക്ക് പോകാം. അപ്പോൾ ഇതേപോലെ ഇഷ്ടം പോലെ ബസ്സുകളുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് ബസ്സാണ് വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ബസ് ഒന്ന് ഡൗൺലോഡ് ചെയ്തൊന്ന് കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ഇപ്പോൾ അപ്പോൾ ഇവിടെ കുറേ ടൂറിസ്റ്റ് ബസ്സുകളുണ്ട്. നമ്മുടെ 1S ഉണ്ട്, കൊമ്പൻ ഉണ്ട്, അതേപോലെ തന്നെ ലണ്ടൻ ഉണ്ട്, ജയ്ഗൂരുണ്ട്, അങ്ങനെ കുറേ ടൂറിസ്റ്റ് ബസ്സുകളുണ്ട്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ നമ്മുടെ ലണ്ടൻ എന്ന് പറഞ്ഞ ബസ്സുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എടുക്കാമാണ്. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഫയലും കാണാം, അതേപോലെ തന്നെ 2 ലിവറി കാണാം. നമ്മൾ ഒരുവിധം എല്ലാ ബസ്സുകളിലും ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ആയിരിക്കും വരിക. അപ്പോൾ ആദ്യം തന്നെ ആ ഫയൽ ക്ലിക്ക് ചെയ്യുക. അവിടെ അടിയിൽ ഡൗൺലോഡ് ബട്ടൺ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മീഡിയ ഫയലിൻ്റെ പേജിലേക്കാണ് എത്തുക. അപ്പോൾ ഇത് ജസ്റ്റ് മീഡിയ ഫയലിൻ്റെ ഫയലിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ മുകളിൽ നമ്മുടെ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ടാവും. നമുക്ക് ആ ഒരു ലിവറിയും കൂടി ഡൗൺലോഡ് ചെയ്തിടണം. അപ്പോൾ ഇവിടെ 2 ലിവറി കാണാം. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഏതെങ്കിലും ഒരു ലിവറി ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ അടിയിൽ ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ ഇതും നമ്മുടെ മീഡിയ ഫയലിൻ്റെ പേജിലാണ് എത്തുക. അപ്പോൾ ഇവിടെ മുകളിൽ ഡൗൺലോഡ് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ മീഡിയ ഫയലിൻ്റെ പേജ് ഓപ്പൺ ആയി. അപ്പോൾ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ 2 ഫയലും ഇവിടെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇനി ഫുള്ള് ഡൗൺലോഡ് ആയതിനു ശേഷം നമ്മുടെ ബസ് സിമുലേറ്ററിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പം നമ്മുടെ മൊബൈലിൻ്റെ ഫയൽസിൻ്റെ ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ മൊബൈലിലെ ഫയൽസ് എന്ന് പറഞ്ഞാൽ ആ ആപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പം ഡൗൺലോഡ് ചെയ്ത ഫയലിൻ്റെ പേര് എന്താണെന്ന് നോക്കാം. ഞാൻ ഇപ്പം ഡൗൺലോഡ് ചെയ്തതിൻ്റെ പേര് സെഡോൺ V4 എന്നായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ സെഡോൺ V4 എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റിൻ്റെ മുകളിൽ കാണാം V4 എന്ന് പറഞ്ഞിട്ട് സെഡോൺ V4 എന്ന് പറഞ്ഞിട്ട് ഒരു ബസ് ID ഫയൽ കാണാം. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള ഇത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അടിയിൽ മൂവ് കൊടുക്കുക, ഇൻറ്റേർണൽ സ്റ്റോറേജ് എടുക്കുക, ഡോക്യുമെൻറ്റ്സ് എടുക്കുക, ബസ് ID എടുക്കുക, മോഡ് എടുക്കുക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അത്രയുള്ള നമ്മുടെ ആ ബസ് അവിടെ പേസ്റ്റ് ആയിട്ട്. അപ്പോൾ ഇനി നമുക്ക് അതിൽ ലിവറി ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബസ്സാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് ഇനി ലണ്ടൻ്റെ ലിവറി ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ മുകളിൽ 3ാമത്തെ ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം ബ്രൗസ് ലിവറി എടുക്കുക, ഡിവൈസ് ഗാലറി എടുക്കുക. അതിനുശേഷം പിന്നെ ഡൗൺലോഡ് ചെയ്ത് ആ ലിവറി സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതായത് നമ്മൾ ലിവറി സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലണ്ടൻ്റെ ലിവറി സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലണ്ടൻ്റെ ബസ്. അപ്പോൾ അത്യാവശ്യം അടിപൊളി മോഡുകളാണ് നമ്മുടെ സെഡോണിൻ്റെ മോഡുകൾ. അപ്പോൾ ജസ്റ്റ് ഇവിടെ അപ്ലൈ കൊടുക്കുക സൈഡിൽ. അതിനുശേഷം ഒരു ആഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മോഡ് അപ്ലൈ ചെയ്യാൻ പറ്റും, ലിവറി അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ബസ്, നമ്മുടെ ലണ്ടൻ്റെ ടൂറിസ്റ്റ് ബസ്സാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇൻറ്റീരിയർ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ വരുന്നത്. അപ്പോൾ ഇൻറ്റീരിയർ നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്, സെറ്റപ്പ് ലൈറ്റിംഗ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലണ്ടൻ്റെ ബസ്. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള ടൂറിസ്റ്റ് ബസ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അതിന് നോട്ടിഫിക്കേഷൻ എബിൾ ചെയ്യുക. പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്താം. അപ്പോൾ അടുത്ത വീഡിയോ കണ്ടതുമായി അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.